எல்லாம் சேர்ந்து கேட்கணும் எல்லாம் பயந்துட்டு ஏதாவது பேரும் தூக்கி போட்டு மிதி செவுட்ட விட்டு எடுக்கணும். அடிச்சா யாரும் கேட்க மாட்டாங்க. வீடியோ எடுத்துங்க. நான் வீடியோ வச்சிருக்கேன். வீடியோ எடுத்து ஓனாக நான் ஓனாக்கி தான் வச்சிருக்கேன். ஓனாக்கி வச்சேன். நீ வரமாட்டாங்க. இன்னைக்கு வச்சு தான் குளிப்பாட்டணும். 3 மணிக்கு இதுக்குள்ளே வச்சு தான் குளிப்பாட்டணும். யாரு வரணும் உனக்கு? 3 நாள் ஆச்சு சொல்றது தெரியாதா? ஏன் சொல்ல முடியாது? சாமி வீட்டுல நடந்தா நீ சொல்லாம அர்த்தம் சொல்லுவா. சர்வசாதாரணமா சொல்றது 3 நாள் ஆச்சுன்னு. அம்மா 3 நாளைக்கு சாமி கும்பிட்டு കൊല്ലം കുളത്തൂപ്പുഴയിൽ മാതാവിന്റെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് മകൻ പൂജ ചെയ്തത് 3 ദിവസം. കുളത്തൂപ്പുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. കൃഷ്ണസ്വാമിയും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. അതായത് ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം പുറത്തറിയുന്നത്. അതായത് ഈ കൃഷ്ണസ്വാമിയുടെ അമ്മ മരിക്കുന്നത് അതായത് ബുധനാഴ്ചയാണ്. അതായത് ഈ സംഭവം ഈ കൃഷ്ണസ്വാമിയുടെ മകൾ ഇന്നലെ വീട്ടിലെത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം പറയുന്നത്. അതായത് മരിച്ച ശേഷം വീട്ടിൽ അതായത് ഭസ്മം ഉൾപ്പെടെ പൂശി അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കുളത്തുപുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൂടിയായിട്ട് കൃഷ്ണസ്വാമി 3 ദിവസം മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. അതായത് ഈ കൃഷ്ണസ്വാമിയുടെ മകൾ ഇന്നലെ രാവിലെ വീട്ടിലെത്തുന്നു. പിന്നീട് വൈകുന്നേരം വീണ്ടും വീട്ടിലെത്തിയ സമയത്തായിരുന്നു കൃഷ്ണസ്വാമി ഇക്കാര്യം അമ്മ മരിച്ച കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണസ്വാമിയുടെ മകൾ അതായത് പഞ്ചായത്ത് മെമ്പറെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും വിവരമറിയിച്ചു. ഈ വിവരമറിയിച്ച അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. അതായത് അമ്മ മരിച്ചതിന്റെ ആ ദുഃഖം താങ്ങാനാവാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ ചെയ്തു പോയതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല. இங்க இருந்துட்டு ஒரு வாக்கு சொல்லி இருந்தா அது எப்பயே தியானம் இது பண்ணிட்டு யாருக்காச்சும் சொல்ல அது வாடை அடிச்சு வீட்டுக்குள்ள இப்ப படுத்து சாப்பிட்டு பார்த்துக்கிட்டு இப்ப எல்லாம் வேணாமா யாராவது இப்படி செய்வாங்களா? சரியா அம்மா இறந்துருச்சுனே அப்படின்னு எங்க யாருக்கு 3 நாள் ஆச்சா? முன்னாடி 3 நாள் ஆச்சா?